ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസിൽ ഒരുപാട് വീഡിയോസ് ചെയ്ത് വരുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തതുണ്ടെങ്കിൽ അതേ ഓർഡറിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫിബൊനാച്ചി റിട്രേസ്മെന്റ് എന്ന് പറയുന്ന ഒരു ടൂളിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇതൊരു ഇൻഡിക്കേറ്റർ അല്ല, ഇതൊരു ടൂളാണ്. ഓക്കെ, ടെക്നിക്കൽ ട്രേഡേഴ്സ് ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. വളരെ അടിപൊളിയായിട്ടുള്ള ടൂളാണ്. നമുക്ക് അടിപൊളിയായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടൂളാണ്. നല്ല നല്ല എൻട്രീസ് നമുക്ക് കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ഒരു ടൂളാണ്. അപ്പോൾ ആ ഒരു ടൂൾ എന്താണ്, എങ്ങനെയാണ് അത് ഉപയോഗിക്കുക, എങ്ങനെയാണ് അത് ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്, വിശദമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി ഞാൻ ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ടൂളിനെ പറ്റിയിട്ട് ഞാൻ 2 വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, മുൻപ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട്, ഈ ഒരു സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പഠിക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ടൂൾ. അപ്പോൾ എന്താണ് ഈ ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ടൂൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് കണക്കുകൾ പഠിക്കേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ കണക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകേണ്ടി വരും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല. പക്ഷേ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടൂള് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ട് മാത്രം പഠിക്കുന്നതാണ്. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാപാഠം പഠിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഫിബൊനാച്ചി റിട്രേസ്മെന്റ്സ് ആർ പോപ്പുലർ എമംഗ് ടെക്നിക്കൽ ട്രേഡേഴ്സ്. അപ്പോൾ ടെക്നിക്കൽ ട്രേഡേഴ്സിൻ്റെ ഇടയിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂളാണ് ഈ ഫിബൊനാച്ചി റിട്രേസ്മെന്റ് എന്ന് പറയുന്നത്. They are based on the key numbers identified by the mathematician Leonardo Pisano, nicknamed Fibonacci in the 13th century. അതായത് ഒരു 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള ലിയനാർഡോ പിസാനോ ആണ് ഈ ഫിബൊനാച്ചി നമ്പേഴ്സ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അയാളുടെ അയാളുടെ ഒരു നിക് നെയിം ആയിരുന്നു ഫിബൊനാച്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഫിബൊനാച്ചി എന്ന ഒരു നിക് നെയിം ഉള്ളൊരു മാത്തമാറ്റീഷ്യൻ ആണ് ഈ ഫിബൊനാച്ചി നമ്പേഴ്സ് 13-ാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫിബൊനാച്ചി നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. ഫിബൊനാച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഓക്കെ, ദ ഫിബൊനാച്ചി സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ഈസ് ആസ് ഫോളോസ്. ഇതാണ് ഈ കാണുന്നതാണ്, ഈ ഒരു യെല്ലോ കളറിൽ കാണുന്നതാണ് നമ്മുടെ ഫിബൊനാച്ചി നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. 0, 1, 1, 2, 3, 5, 8, 13, 21, 34, 55 അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫിബൊനാച്ചി സീക്വൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു നമ്പർ സെറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ച് ടൈം ഇൻ ദിസ് സീക്വൻസ് ഈസ് സിംപ്ലി ദ സം ഓഫ് ദ 2 preceding ടേംസ് ആൻഡ് ദ സീക്വൻസ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റ്ലി. ഓക്കെ, അതായത് തൊട്ട് മുൻപുള്ള 2 സംഖ്യകളുടെ സം ആയിരിക്കും മൂന്നാമത്തെ സംഖ്യ. ഇവിടെ നോക്കുകയാണെങ്കിൽ 0 + 1 ആണ് 1, 1 + 1 ആണ് 2, 2 + 1 ആണ് 3, 3 + 2 ആണ് 5, 5 + 3 ആണ് 8, 8 + 5 ആണ് 13, 13 + 8 ആണ് 21, 21 + 13 ആണ് 34, 34 + 21 ആണ് 55, 55 + 34 ആണ് 89. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തൊട്ട് മുൻപുള്ള 2 സംഖ്യകളുടെ സം ആയിരിക്കും തൊട്ടടുത്ത സംഖ്യ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിബൊനാച്ചി നമ്പർ സീക്വൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ദിസ് കോമൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എവറി നമ്പർ ഇൻ ദ സീരീസ് ഈസ് ഫൗണ്ടേഷൻ ഓഫ് ദ റേഷ്യോസ് യൂസ്ഡ് ബൈ ദ ടെക്നിക്കൽ ട്രേഡേഴ്സ് ടു ഡിറ്റർമൈൻ ദ റീട്രേസ്മെന്റ് ലെവൽസ്. നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത് ഒരു റീട്രേസ്മെന്റ് ലെവൽ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എന്താണ് റീട്രേസ്മെന്റ് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പ്രൈസ് ഒരു ശക്തമായിട്ട് മുകളിലേക്ക് പോകുന്നു, ദെൻ കുറച്ചൊന്ന് താഴേക്ക് വരുന്ന ആ ഒരു സമയത്തിനെയാണ് നമ്മൾ റീട്രേസ്മെന്റ് എന്ന് പറയുക. അതുപോലെ തന്നെ പ്രൈസ് ശക്തമായിട്ട് താഴേക്ക് പോകുന്നു, ആൻഡ് അവിടെ നിന്ന് പതുക്കൊന്ന് മുകളിലേക്ക് വരാൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്തിനാണ് നമ്മൾ റീട്രേസ്മെന്റ് എന്ന് പറയുക. അപ്പോൾ കൃത്യമായിട്ട് ഈ റീട്രേസ്മെന്റ് ലെവലുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫിബൊനാച്ചി ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫിബൊനാച്ചി ടൂൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണെങ്കിലും എവിടെയായിരിക്കും ആ ഒരു റീട്രേസ്മെന്റ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫിബൊനാച്ചിയിൽ തന്നെ കുറച്ച് റേഷ്യോസ് ഉണ്ട്, കുറച്ച് പെർസെൻറ്റേജ് റേഷ്യോസ് ഉണ്ട്. ദ കീ ഫിബൊനാച്ചി റേഷ്യോ ഓഫ് 61.8% ഈസ് ഫൗണ്ട് ബൈ ഡിവൈഡിങ് വൺ നമ്പർ ഇൻ ദ സീരീസ് ബൈ ദ നമ്പർ ദാറ്റ് ഫോളോസ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ 21 / 34 = 0.618. ഓക്കെ, അതായത് തൊട്ട് മുൻപുള്ള 2 നമ്പറുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 0.618 എന്ന് പറയുന്ന സംഖ്യയായിരിക്കും നമുക്ക് കിട്ടാം. അതായത് ഇവിടെ 89 / 144 ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് 0.618 ആയിരിക്കും കിട്ടാം. 55 / 89 ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് 0.618 ആയിരിക്കും കിട്ടാം. 34 / 55 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 0.618 ആയിരിക്കും കിട്ടുക. അങ്ങനെ തൊട്ട് മുൻപുള്ള 2 സംഖ്യകൾ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 0.618 ആയിരിക്കും കിട്ടാം. അതാണ് ഫിബൊനാച്ചി റേഷ്യോ ഓഫ് 61.8% എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 0.618 എന്ന് പറയുന്ന ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. ഫിബൊനാച്ചി റേഷ്യോ ഓഫ് 61.8% ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. അത് ഞാൻ നമ്മുടെ ടൂൾ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, ബാക്കിയുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആൻഡ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് ദ 38.2%. ദ 38.2 റേഷ്യോ ഈസ് discovered by dividing a number in the series by the number located 2 spots to the right.
ഫോർ ഇൻസ്റ്റൻസ് 55 ഡിവൈഡഡ് ബൈ 144. അപ്പോൾ രണ്ട് സ്പോട്ട് റൈറ്റുള്ള നമ്പറുകൾ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 0.382 ആയിരിക്കും കിട്ടുക. അതായത് 55 ഡിവൈഡഡ് ബൈ 144 ചെയ്യുകയാണെങ്കിൽ 0.382 ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ 34 ഡിവൈഡഡ് ബൈ 89 ചെയ്യുകയാണെങ്കിൽ 0.382 ആയിരിക്കും കിട്ടുക. 21 ഡിവൈഡഡ് ബൈ 55 ചെയ്യുകയാണെങ്കിൽ 0.382 ആയിരിക്കും കിട്ടുക. 13 ഡിവൈഡഡ് ബൈ 34 ചെയ്യുകയാണെങ്കിൽ 0.382 ആയിരിക്കും കിട്ടുക. അപ്പോൾ ആ രീതിയിൽ ഒരു സ്പോട്ട് ഇടവിട്ടുകൊണ്ട് ഒരു സംഖ്യ ഇടവിട്ടുകൊണ്ടുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ 0.382 ആയിരിക്കും കിട്ടുക. അപ്പോൾ അതാണ് ഈ ഫിബൊനാച്ചി സീക്വൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു നമ്പർ സെറ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതാണ്. തൊട്ടടുത്തുള്ള രണ്ട് നമ്പറുകൾ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ നമ്പർ. അതുപോലെ തന്നെ തൊട്ട് മുമ്പുള്ള രണ്ട് നമ്പറുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0.618 ആയിരിക്കും കിട്ടുക. ഒരു നമ്പർ ഇടവിട്ടുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0.382 ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതാണ് ഈ ഒരു ഫിബൊനാച്ചി നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിബൊനാച്ചി സീക്വൻസ് നമുക്ക് നാച്ചുറൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. മാത്തമാറ്റീഷ്യൻസ് പറയുന്നത് ഈ ഒരു ഇത് കണ്ടുപിടിച്ചിട്ടുള്ള ആളായാൽ പോലും അവർ അവകാശപ്പെടുന്നത് നാച്ചുറൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു ഫിബൊനാച്ചി നമ്പർ സീക്വൻസുകൾ കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. നമുക്കതിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ ടോപ്പിക് അതല്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ ചാർട്ടിലേക്ക് വന്നിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ടൂൾ ഉപയോഗിക്കുക, എവിടെയാണ് നമുക്ക് ഈ ഒരു ടൂൾ കാണാനായിട്ട് സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ടൂൾ കാണാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വരാം, നമ്മുടെ ഈ ഒരു ടൂൾ ബാറിലേക്ക് വരാം. ഇതിൻ്റെ കൂടെ മൂന്നാമതായിട്ട് നമുക്ക് ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ഫിബ് റീട്രേസ്മെന്റ് എന്ന് പറയുന്ന ഒരു ടൂൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഏരോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിബൊനാച്ചിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ടൂളുകളുണ്ട്. അപ്പോൾ ഇതെല്ലാതും എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. ഞാൻ ആകെ യൂസ് ചെയ്യാറുള്ളത് ഈ രണ്ട് ടൂൾസാണ്, ഫിബൊനാച്ചി റീട്രേസ്മെന്റും അതുപോലെ തന്നെ ട്രെൻഡ് ബേസ്ഡ് ഫിബൊനാച്ചി എക്സ്റ്റൻഷനാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഫിബ് റീട്രേസ്മെന്റ് എന്ന് പറയുന്ന ടൂളാണ് നമുക്ക് ഈ ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ടൂളായിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഫിബ് റീട്രേസ്മെന്റ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ടൂൾ അപ്ലൈ ചെയ്യുക, ചാർട്ടിലേക്ക് അപ്ലൈ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ലോ പോയിന്റും ഒരു സ്വിംഗ് ലോയും ഒരു സ്വിംഗ് ഹൈയും കണ്ടെത്തണം. ഇത് ഒരു സ്വിംഗ് ലോ ആണ്, ഇത് ഒരു സ്വിംഗ് ഹൈ ആണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഈ സ്വിംഗ് ലോയിൽ നിന്നും ഈ ഒരു സ്വിംഗ് ഹൈയിലേക്ക് ഈ ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ടൂൾ അപ്ലൈ ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ സ്വിംഗ് ലോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ദെൻ നേരെ മൗസ് മേലേക്ക് കൊണ്ടുപോകുക, ആൻഡ് ഈ ഒരു സ്വിംഗ് ഹൈയിൽ ഇവിടെയായിട്ട് മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ടൂളോട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങൾ ആദ്യമായിട്ട് ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ടൂൾ ചാർട്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് ആ ഒരു ടൂൾ വരാം. ആ ഒരു ടൂൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും. ഇതായിരിക്കും നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് ചാർട്ടിൽ കാണാൻ സാധിക്കുന്ന ഫിബൊനാച്ചി ടൂൾ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ഞാൻ അതൊന്ന് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ രീതിയിൽ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലുള്ളൊരു ക്ലീൻ ആയിട്ടൊരു ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ടൂൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ഇതേ സെറ്റിംഗ്സ് തന്നെ നിങ്ങളുടെ ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ടൂളിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ടൂളിൻ്റെ സെറ്റിംഗ്സ് വരും. അതിൽ പോയിട്ട് നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് മാറ്റി കൊടുത്തിട്ടുണ്ട്, ഇതേപോലെ തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ടൂൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സംഭവം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലെവൽസ് ഉണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 0.618 എന്ന് പറയുന്ന ലെവൽ കൂടി ഉണ്ട്. 0.618 എന്ന് പറയുന്ന ലെവലുണ്ട്, 0.382 എന്ന് പറയുന്ന ലെവലുണ്ട്. അപ്പോൾ ഈ രണ്ട് ലെവൽസുമാണ് നമ്മൾ ഈ റീട്രേസ്മെൻറ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നത്. അല്ലെങ്കിൽ അവിടം വരെ ഒരു റീട്രേസ്മെൻറ്റ് നടക്കുമെന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. പ്രൈസ് മേലേക്ക് പോവാണ്, ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, പ്രൈസ് മേലേക്ക് പോയിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു റീട്രേസ്മെൻറ്റ് എത്രത്തോളം താഴേക്ക് വരും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ഉപയോഗിക്കാൻ നമുക്ക് ഇതുപോലെ കുറച്ച് ലൈൻസ് ഒക്കെ കിട്ടും, ഇതുപോലെ കുറച്ച് ലൈൻസ് ഒക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു ലെവലാണ് നമ്മൾ 0.382 എന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ഇതാണ് 0.618 എന്ന് വിചാരിക്കാം. ഇതൊരു 0.5 ലെവലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിനെ ഈ 0.382 മുതൽ 0.618 എന്ന് പറയുന്ന ഈ ഒരു ലെവലിനെ നമ്മൾ ഗോൾഡൻ സോൺ എന്നാണ് പറയാം. ഇതൊരു ഗോൾഡൻ സോണാണ്. അപ്പോൾ പ്രൈസ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗോൾഡൻ സോണിലേക്ക് എത്തിയിട്ട് അവിടെ നിന്നായിരിക്കും പ്രൈസ് തിരിച്ചു പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഗോൾഡൻ സോണിലായിരിക്കും നമ്മളൊരു എൻട്രി എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതായത് പ്രൈസ് ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ പ്രൈസ് ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഗോൾഡൻ സോണിലായിരിക്കും. ചിലപ്പോൾ ഈ ഒരു ഗോൾഡൻ സോണിൽ 0.318 എന്ന് പറയുന്നത് ജസ്റ്റ് ടച്ച് ചെയ്തുകൊണ്ട് പ്രൈസ് മേടിക്കും, അല്ലെങ്കിൽ 0.5 എന്ന് പറയുന്നത് ടച്ച് ചെയ്തുകൊണ്ട് പ്രൈസ് മേടിക്കും, അല്ലെങ്കിൽ 0.618 എന്ന് പറയുന്നത് ടച്ച് ചെയ്തുകൊണ്ട് പ്രൈസ് മേടിക്കും. അപ്പോൾ ഈ ഒരു ഗോൾഡൻ സോണിൽ എവിടെ നിന്ന് വേണമെങ്കിലും പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഈ ഒരു ലെവൽ എന്ന് പറയുന്ന ഒരു 0.217 എന്ന് പറയുന്ന ഒരു ലെവലാണ്. 0.217 എന്നാണ് തോന്നുന്നു. ഓക്കെ, 0.27 എന്ന് പറയുന്ന ലെവലായിരിക്കും ഇത്. ആ ഒരു ലെവൽ 0.27 എന്ന് പറയുന്ന ലെവലാണ്.
അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ഇവിടെ നിന്നുള്ളൊരു മൂവ്മെൻറ്റ് ഈ ഒരു 0.217 എന്ന് പറയുന്ന ലെവലിലായിരിക്കും ഒരു റെസിസ്റ്റൻസ് എടുക്കാനായിട്ട് പോകുമെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫിബൊനാച്ചിയിൽ കാണുന്ന ഓരോ പോയിന്റുകളും ഓരോ ലൈനുകളും ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഗോൾഡൻ സോണിലാണ് നമ്മൾ റീട്രേസ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത്. റീട്രേസ്മെൻറ്റിന് ശേഷം ഈ ഒരു 0.217 ലെവലും 0.62 ലെവലും എല്ലാം തന്നെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫിബൊനാച്ചി ലെവൽസ് എല്ലാം തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലുകളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു ഓരോ പോയിന്റുകളും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലുകളായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ഒരു ഗോൾഡൻ സോണാണ്. 0.382 മുതൽ 0.618 വരെയുള്ള ഒരു ഗോൾഡൻ സോണിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ടൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നമ്മുടെ ഗോൾഡൻ സോൺ കാണാൻ പറ്റുന്നുണ്ട്. 0.382 മുതൽ 0.618 വരെയുള്ള ഒരു ഗോൾഡൻ സോൺ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പഠിച്ച പോലെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക പ്രൈസ് താഴേക്ക് വരുന്നു, ഈ ഗോൾഡൻ സോണിൽ എവിടെ നിന്നെങ്കിലും പ്രൈസിന് റിജക്ഷൻ കിട്ടുന്നു, പ്രൈസ് മേലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ സംഭവിച്ചിട്ടുള്ള എങ്ങനെയാണ് നമുക്ക് നോക്കാം. പ്രൈസ് താഴേക്ക് വരുന്നുണ്ട് ആൻഡ് ഈ ഒരു 0.382 ജസ്റ്റ് ഒരു വിക്ക് എടുത്തുകൊണ്ട് പ്രൈസ് വീണ്ടും മേലേക്ക് കയറുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു വിക്ക് എടുത്തുകൊണ്ട് പ്രൈസ് മേലേക്ക് കയറുന്നുണ്ട്. ഓക്കെ, ആൻഡ് പ്രൈസ് ഏത് രീതിയിലാണ് പോയിട്ട് നമുക്ക് നോക്കാം. പ്രൈസ് വീണ്ടും ആ ഒരു ഗോൾഡൻ സോണിലേക്ക് വരുന്നുണ്ട്. ഗോൾഡൻ സോണിൽ നിന്ന് ഏത് രീതിയിലുള്ള പ്രൈസ് പോകുന്ന നോക്കാം. വളരെ ശക്തമായിട്ടുള്ള റിജക്ഷൻ ഗോൾഡൻ സോണിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പ്രൈസ് ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഗോൾഡൻ സോണിൽ എത്തുന്നു, ഒരു റിജക്ഷൻ കിട്ടുന്നു, ശക്തമായിട്ട് മേലേക്ക് പോകുന്നു. ഈ 0.27 ഒരു ഏകദേശം ഒരു റെസിസ്റ്റൻസ് എടുക്കുന്ന പോലെ പ്രൈസ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോലെ ആക്ട് ചെയ്യുന്നുണ്ട്, അതും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കണ്ടെത്തേണ്ടത് കൃത്യമായിട്ടൊരു സ്വിംഗ് ലോയും സ്വിംഗ് ഹൈയും ആണ്. അതിനുശേഷം സ്വിംഗ് ലോയിനെയും സ്വിംഗ് ഹൈനെയും കണ്ടതുകൊണ്ട് നമ്മളൊരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ അവിടെ അപ്ലൈ ചെയ്യുക. ആൻഡ് ഗോൾഡൻ സോണിലേക്ക് പ്രൈസ് എത്തുകയാണെങ്കിൽ അവിടെയായിരിക്കും നമ്മളൊരു എൻട്രി നോക്കേണ്ടത്. ഓക്കെ, ആ ഒരു ഗോൾഡൻ സോണിൽ നിന്നും പ്രൈസ് മുകളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ അവിടെയുണ്ട്. ആൻഡ് ആ ഒരു ഗോൾഡൻ സോണിലേക്ക് എത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സോ അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും പ്രൈസ് ആക്ഷൻ എൻട്രി പോയിന്റ്സ് നമുക്ക് കാണിച്ചു തരുന്ന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതെല്ലാം തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഓരോ കാര്യങ്ങളാണ്. ഓക്കെ, ബേസിക് ആയിട്ട് ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ വർക്ക് ചെയ്യുന്നത് ഈ രീതിയിലാണ്. അതായത് നമുക്ക് ഇവിടെ ഒരു ലോ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ റീപ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമുക്കൊരു ലോ കിട്ടിയിട്ടുണ്ട് ആൻഡ് ഇവിടെ നമുക്കൊരു ഹൈ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ആ ഒരു ഹൈനെയും കട്ട് ചെയ്തുകൊണ്ട് ലോയിനെയും ഹൈനെയും കട്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ വരച്ചിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഗോൾഡൻ ലെവൽ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഗോൾഡൻ ലെവലായിട്ട് വരുന്നത്. ഈ ഒരു ഏരിയയാണ് നമ്മുടെ ഗോൾഡൻ ലെവലായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും പ്രൈസ് മുകളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു എൻട്രി എടുക്കാം. ഞാനൊരു 0.5 ജസ്റ്റ് ഒരു എൻട്രി എടുക്കാനായിട്ട് ഞാൻ വെക്കുന്നതെന്ന് വിചാരിക്കാം. ആൻഡ് ഞാൻ എൻ്റെ ടാർഗറ്റ് ഒരു 0.27 വെക്കുന്നുണ്ട്. ആൻഡ് സ്റ്റോപ്പ് ലോസ് ഞാൻ ഈ 0.786 എന്ന് പറയുന്ന ലെവലിൽ വെക്കുന്നുണ്ട്. ഓക്കെ, ഈ 0.786 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് പ്രൈസ് താഴേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ 0.786 ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ പ്രൈസ് ഏത് രീതിയിലാണ് പെർഫോം ചെയ്തത് നമുക്ക് അറിയാം, ഓൾറെഡി അറിയാം. ഈ രീതിയിൽ പ്രൈസ് താഴേക്ക് വരുന്നു, നമ്മുടെ എൻട്രി എടുക്കുന്നു ആൻഡ് പ്രൈസ് ശക്തമായിട്ട് മേലേക്ക് കയറുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മളൊരു ലോങ് പൊസിഷൻ്റെ കാര്യമാണ് കാണിച്ചിട്ടുള്ളത്. ഒരു ഷോർട്ട് പൊസിഷൻ്റെ കാര്യം കൂടി ഞാൻ കാണിക്കാം. ഇവിടെയും നമുക്ക് ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂളിൻ്റെ ഒരു എക്സാമ്പിൾ കാണാനായിട്ട് പറ്റും. ലോങ് പൊസിഷൻ തന്നെ കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഒരു ലോ കിട്ടിയിട്ടുണ്ട് ആൻഡ് ഇവിടെ ഒരു ഹൈ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ആ ഹൈയും ലോയും നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രൈസ് ഈ ഒരു ഗോൾഡൻ സോണിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ആ ഗോൾഡൻ സോണിലേക്ക് വന്നതിന് ശേഷം പ്രൈസ് വീണ്ടും മേലേക്ക് കയറി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഗോൾഡൻ സോണിൽ നിന്നായിരിക്കും പ്രൈസിന് കൂടുതൽ സമയവും ഒരു റിജക്ഷൻ കിട്ടാൻ പോകുന്നത്. ആ ഒരു റിട്രേസ്മെൻറ്റ് എൻഡ് ചെയ്യുന്നത് ആ ഒരു ഗോൾഡൻ സോണിലായിരിക്കും. സോ ആ ഒരു ഗോൾഡൻ സോണിൽ നിന്ന് നമുക്കൊരു എൻട്രി എടുക്കാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് അവിടെ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു എൻട്രി പോയിന്റുകൾ ആ ഗോൾഡൻ സോണിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഒരു ഷോർട്ട് പൊസിഷൻ്റെ കാര്യം കൂടി നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഒരു ലോ ക്രിയേറ്റ്, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഹൈ ആണെന്ന് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പ്രൈസിന് ഒരു ലോ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ലോയും പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈയിൽ നിന്നും ഈ ഒരു ലോയിലേക്ക് ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗോൾഡൻ സോൺ വരുന്നത് ഈ ഒരു ലെവലിലാണ് നമ്മുടെ ഗോൾഡൻ സോൺ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പ്രൈസ് ഏത് രീതിയിലാണ് പ്രൈസ് ഇവിടെ ഒരു പെർഫോം ചെയ്ത് നമുക്ക് നോക്കാം. ഈ ഒരു ഗോൾഡൻ സോണിൽ എത്തിയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് പ്രൈസ് റിജക്ഷൻ കിട്ടുമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഷോർട്ട് പൊസിഷനാണ് ഇവിടെ നോക്കുന്നത്. കാരണം ഇത് ഒരു ലോവർ ലോ ആൻഡ് ലോവർ ഹൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഷോർട്ട് പൊസിഷൻ ഞാൻ ഈ ഒരു 0.5 ലെവലോ അല്ലെങ്കിൽ 0.38 ലെവലിന് ഇടയിലായിട്ട് ഞാനൊരു ഷോർട്ട്, അല്ലെങ്കിൽ 0.5 ലെവലിൽ ഞാൻ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കുന്നുണ്ട്. ആൻഡ് എൻ്റെ ടാർഗറ്റ് ഞാൻ 0.27 വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് 0.78 വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇവിടെ പ്രൈസ് പോകുന്നത് നമുക്ക് നോക്കാം. നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു
ആ ഒരു ഗോൾഡൻ ലെവലിൽ നിന്ന്, ആ ഒരു ഗോൾഡൻ സോണിൽ നിന്നും പ്രൈസ് 2 തവണ റിജക്ഷൻസ് സംഭവിച്ചിട്ടുണ്ട്. പ്രൈസിന് ഇവിടെ നിന്ന് റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ എൻട്രിയുടെ അവിടേക്ക് എത്തിയിട്ടില്ല, 0.5 ലെവലിലേക്ക് എത്തിയിട്ടില്ല. അതിന് മുമ്പേ തന്നെ പ്രൈസിന് റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ 0.382 നമുക്ക് വേണമെങ്കിൽ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ 0.5 എൻട്രി എടുക്കാം. എവിടെ എടുത്താലും കുഴപ്പമില്ല. ആ ഒരു ഗോൾഡൻ സോണിൽ നിന്ന് എവിടെ വേണമെങ്കിലും നമുക്ക് എൻട്രി എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിൻ്റെ പ്രൈസ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശക്തമായിട്ട് തന്നെ താഴേക്കാണ് പ്രൈസ് പോകുന്നത്, നമ്മുടെ ടാർഗറ്റും കടന്ന് പ്രൈസ് പോകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ഈ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവലുകൾ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് പ്രൈസ് റീട്രേസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഫിബൊനാച്ചി വെച്ചുകൊണ്ട് ഫിബൊനാച്ചി കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഫിബൊനാച്ചി ടൂൾ നമ്മൾ ലൈവായിട്ടുള്ള മാർക്കറ്റിൽ അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള റീട്രേസ്മെൻറ്റ് പോയിന്റുകൾ കണ്ടെത്താനായിട്ട് സാധിക്കും. ആ ഒരു റീട്രേസ്മെൻറ്റിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള എൻട്രീസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ എന്താണ് എന്നും അതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നും ആൻഡ് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് വീഡിയോ കണ്ടതുകൊണ്ട് മാത്രമായില്ല, കൃത്യമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ ദിവസവും ഈ പറയുന്ന പോലെ ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള എൻട്രീസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഹൈയും ലോസും എല്ലാം കണ്ടെത്തിക്കൊണ്ട് ആ ടൂൾ അവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെയാണോ അവിടെ പ്രൈസ് റിയാക്ട് ചെയ്യുന്നത്, നമ്മൾ പഠിച്ച പോലെ തന്നെയാണോ പ്രൈസ് അവിടെ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു ടൂൾ കൃത്യമായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള പ്രാക്ടീസ് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം ആരും തന്നെ ട്രേഡർ ആകാനായിട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയും ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.